വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ സർട്ടിഫിക്കറ്റ്സ്, എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്സ് ഞാൻ നിങ്ങളെ കാണിക്കാം. സോ സർട്ടിഫിക്കറ്റ്സ് വിച്ച് ഐ ഗോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് കാണിക്കണ്ട, അല്ലെങ്കിൽ എന്തിനാണ് കാണിക്കുന്നത് എന്നുള്ളൊരു തോട്ടുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളെ കാണിക്കാം. ഓരോ സർട്ടിഫിക്കറ്റ്സ് കിട്ടുമ്പോഴും എവിടെ നിന്ന് കിട്ടി, അല്ലെങ്കിൽ എങ്ങനെ കിട്ടിയ ആ ഒരു എന്താ പറയുക സ്മോൾ മെമ്മറീസൊക്കെ നമുക്ക് കാണണം. അപ്പോൾ അത് എല്ലാം കാണിക്കാം. എവിടെയാണ് 10th, +2, കോളേജ്, പിന്നെ അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തത് എല്ലാം ഉണ്ട്. പിന്നെ എല്ലാം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഓരോന്നിനും കിട്ടിയത്. ഇപ്പം മൊത്തത്തിൽ ഞാൻ ഇവിടെ, അതായത് ഞാനിവിടെ എല്ലാം സോർട്ട് ചെയ്ത് ഞാൻ ഈയിടെ ഞാൻ ഒന്നുകൂടെ പ്രിൻ്റ് എടുത്തിരുന്നു. പ്രിൻറ്റും അതായത് ഓൺലൈൻ കിട്ടിയ കോഴ്സസിൻ്റെ ചില ഇതും സർട്ടിഫിക്കറ്റ്സും എല്ലാം ഞാൻ പ്രിൻ്റ് എടുക്കാൻ പറയുന്നു. അപ്പം അതെല്ലാം ഇവിടെ പുതിയൊരു ഫയലൊക്കെ ആക്കി വെച്ചു. പിന്നെ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഒരു എൻ്റെ ഇവിടുത്തെ പെട്ടിക്കകത്ത് വെച്ചിട്ട് അതിൽ പാറ്റ കയറി. പിന്നെ ഞാൻ എൻ്റെ ടേബിളിൻ്റെ അടിയിൽ കൊണ്ട് വെച്ചിട്ട് അതിലും പാറ്റ കയറി. അപ്പോൾ ഞാൻ എന്നിട്ടിപ്പോൾ എല്ലാ ദിവസവും കാണത്തക്ക രീതിയിൽ വെക്കും. അപ്പോൾ അതൊന്നും കയറുണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ എല്ലാ ദിവസവും ഞാൻ നോക്കും. കാരണം പാറ്റ അത് കടിച്ച് പോയി കയറും. അതുകൊണ്ട് സേഫായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ റെസ്യൂമൊക്കെ പ്രിൻ്റ് ചെയ്യാൻ പോയിട്ട് ഞാൻ റെസ്യൂം ചെയ്തിരിക്കുന്നത് ക്യാൻവയിലാണ്. അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം ജോബിൻ്റെ ഇൻറ്റേൺഷിപ്പ് UX കഴിഞ്ഞിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇതെല്ലാം വേണം, അത്യാവശ്യമായതുകൊണ്ട് എല്ലാം ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ നോക്കാം. എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഫോട്ടോ കോപ്പിയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതേ ഫയലിൽ തന്നെ ഞാൻ വെച്ചത്. അപ്പോൾ അത് എല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ കാണിക്കാം. എൻ്റെ റെസ്യൂമുണ്ട്. 2 പേജായിരുന്നു, പിന്നെ എനിക്കത് 2 പേജായി. ക്യാൻവയിലാണ് ചെയ്തത്. അപ്പം ഏറ്റവും ആദ്യം മുതലുള്ള ഒരു ഇതാണ് ഈ സർട്ടിഫിക്കറ്റ്. അതായത് ഇപ്പം ഞാൻ ഈയിടെ ഓൺലൈൻ റിമോട്ട് UI/UX ഇൻറ്റേൺഷിപ്പ് ചെയ്തിരുന്നു. 3 months ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് സോഫ്റ്റ് കോപ്പി ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അത് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സർട്ടിഫിക്കറ്റ് അതിന് ഇൻറ്റേൺഷിപ്പ് കംപ്ലീഷൻ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. ഞാൻ ഓർഡർ അനുസരിച്ചാണ് വെച്ചത്. പിന്നെ മാറുമോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഇവിടെ വെച്ചത് എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ആ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ 1 month ഒരു എന്താ പറയുക 1 month ജസ്റ്റ് ഒരു ഇൻറ്റേൺഷിപ്പ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ എന്താ പറയുക, ഇങ്ങനെ നമ്മളൊരു കമ്പനി എന്ന രീതിയിലല്ല, ഒരു ഗ്രൂപ്പ്, മറ്റേതാണെങ്കിൽ നമ്മൾ ടീമിലൊക്കെ ജോയിൻ ചെയ്ത് അങ്ങനെയായിരുന്നു. ഇതങ്ങനെയല്ല, ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വെച്ച് അങ്ങനെ ഒരു പ്രോജക്റ്റ് 3-4 പ്രോജക്റ്റ് അങ്ങനെയായിരുന്നു. സോ അതിനും എനിക്ക് കിട്ടിയായിരുന്നു. അത് സോഫ്റ്റ് കോപ്പിയാണ് ഞാൻ പ്രിൻ്റ് എടുത്തിരുന്നു. അതിൻ്റെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ എന്നിട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നു. സോ അത് പിന്നെ നമ്മൾ പഠിച്ച UI/UX ഡിസൈൻ ഇൻഫോ പാർക്കിൽ ടെക്നിക്സ് അതും ഓൺലൈനാണ് പഠിച്ചത്. പക്ഷേ എനിക്ക് അയച്ചു തന്നു കൊറിയർ വഴി, DTDC വഴി നല്ല രീതിയിൽ അയച്ചു തന്നിട്ട് ഞാൻ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ കോവിഡ് കഴിഞ്ഞ ടൈമിൽ ആ ഒരു സമയം 2022-ലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. 2021 ആ ഒരു ടൈം കോവിഡ് ടൈമല്ല, അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞാൻ ഉടുമിയിൽ പെയ്ഡ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ക്യാൻവ സർട്ടിഫിക്കറ്റും പിന്നെ അതെല്ലാം പ്രിൻ്റ് എടുത്തതാണ്. ഓൺലൈൻ സോഫ്റ്റ് കോപ്പി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കൗൺസിലിംഗ് വേറെ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അറിയുമെന്നറിയില്ല. ഉടുമിയുടെ തന്നെ കൗൺസിലിംഗ് ചിൽഡ്രൻ ആൻഡ് അഡൽസൻസ് ഞാനൊരു കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ എനിക്ക് തോന്നിയത് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കംപ്ലീറ്റ് ഗ്രാഫിക് ഡിസൈൻ തിയറി ഫോർ ബിഗിനേഴ്സ് കോഴ്സ് അതും ഞാൻ അവിടെ ചെയ്തിരുന്നു. അത് ഞാൻ ചെയ്തായിരുന്നു. ഓക്കെ, ഞാനിത് ആക്ച്വലി എനിക്ക് തോന്നുന്നു സോർട്ട് ചെയ്യാതെയാണ് വെച്ചിരിക്കുന്നത്. ഏത് ഓർഡറിൽ സോർട്ട് ചെയ്യുന്നത് 21 ആദ്യം വരുന്നത്. പിന്നെ അത് മെയ് അല്ല ജാനുവരി. ഓക്കെ, പിന്നെ ഞാൻ ഒരു വലിയ ഗ്യാപ്പായിരുന്നു എനിക്ക്. അതിൻ്റെ മുന്നേ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു ഗ്യാപ്പ് വന്നിരുന്നു. ഒന്നും എനിക്ക് പഠിച്ചോ അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും ഞാൻ ആ ഇടയിൽ കിട്ടിയില്ല. പക്ഷേ ഞാൻ എക്സിബിഷൻസൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു ഇൻ ബിറ്റ്വീൻ. അതിന് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ ഓൺലൈൻ ഫ്രീലാൻസ് വർക്കായിരുന്നു കൂടുതൽ. വർക്ക് ഫ്രം ഓഫീസ് വർക്ക്സ് അല്ല, അല്ലെങ്കിൽ റിമോട്ട് വർക്കല്ല, ഫ്രീലാൻസ് ആയിട്ടായിരുന്നു ഞാൻ കമ്പനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ ഉള്ളതാണ് ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്ത് ഗ്രാഫിക് ഡിസൈൻ കമ്പനിയിൽ നെറ്റ്വർക്ക് സിസ്റ്റം ഗ്രാഫിക് ഡിസൈനായിരുന്നു, ടെസ്റ്റ് അഡ്മിനുമായിരുന്നു. സോ അവിടുത്തെ റിലീവിങ് ലെറ്ററും പിന്നെ അല്ലാതെ ലെറ്ററും രണ്ടെണ്ണം കിട്ടി. സോ അതും ഉണ്ടെങ്കിൽ പിന്നെ പ്രോമെട്രിക് സെൻറ്ററിൽ ടെസ്റ്റ് അഡ്മിനായിരുന്നു. സോ അതിന് നമ്മളൊരു എക്സാം എഴുതണം. അത് കഴിഞ്ഞിട്ടാണ് അത് പാസ്സാവുന്നത്. എന്നിട്ട് അവൻ കണ്ടക്ട് ചെയ്യാം.
എക്സാംസ് നമ്മൾ പ്രോമെട്രിക് സെൻറ്ററിൽ പല എക്സാംസ് ഉണ്ടല്ലോ, CCMA, അങ്ങനെ പല, എനിക്ക് 2013 ആ ടൈമായിരുന്നു, 14 ഞാൻ ചെയ്തത്. അപ്പോൾ അതാണ് പ്രോമെട്രിക് സെൻറ്ററിൻ്റെ എക്സാം സർട്ടിഫിക്കറ്റ്, അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. സോ അത് പിന്നെ വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ്, BTech ഇൻ IT ആണ് ഞാൻ പഠിച്ചത്. പലർക്ക് അറിയാം, അറിയാത്തവർക്ക് ഞാൻ പറയുന്നത്, എഞ്ചിനീയറിംഗ് BTech ഇൻ IT, ലൂർദ് മാതാ എഞ്ചിനീയറിംഗ് കോളേജ്, കുറ്റിച്ച്, ട്രിവാൻഡ്രം. ഇതാണ് ഞാൻ എഞ്ചിനീയറിംഗ് 4 വർഷം പഠിച്ചത്. എനിക്ക് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു, സപ്ലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പാസ് ആയ വർഷം, അത് 1 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്കെല്ലാം പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയത്. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ആ ടൈമിൽ ഞാൻ പാസ് ആയി. സെക്കൻഡ് ക്ലാസ് ആയിരുന്നു. 58.3 സംതിങ് % ആയിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നു 2010. അപ്പം ഫസ്റ്റ് ക്ലാസ്സിന് മാർക്ക് കുറഞ്ഞു പോയി, നന്നായി കുറഞ്ഞു. അത് ലാസ്റ്റ് ആയപ്പോഴേക്ക് കുറഞ്ഞു. എനിക്ക് ആദ്യത്തെ സെമ്മൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു, പിന്നെ അതൊന്ന് കുറഞ്ഞു. എന്നാലും ഞാൻ ലാസ്റ്റ് എഴുതിയെടുത്തു, എനിക്ക് കിട്ടി. പിന്നെ കുറേ നമുക്ക് ഈ ഓരോ സെമസ്റ്റർ നമുക്ക് ഓരോ സർട്ടിഫിക്കറ്റ് കിട്ടും, മാർക്ക് ലിസ്റ്റ് കിട്ടും ഓരോ പ്രാവശ്യം. അപ്പോൾ അതിൻ്റെ കുറേ ഉണ്ട്. അത് കുറേ മറ്റേ ട്രിവാൻഡ്രം ആ വീട്ടിൽ ഞാൻ ഫയൽ വെച്ചിട്ടുണ്ട്. അതൊന്നും എന്നോട് കൊണ്ടുവന്നിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ലാസ്റ്റ് മാർക്ക് ലിസ്റ്റ് ഞാൻ എടുത്തായിരുന്നു. ഫൈനലായിട്ട് ഞാൻ എഴുതിയതിൻ്റെ പാസും CGPA എന്ന് പറഞ്ഞിട്ട് പോയിൻറ്റ്സ് ആ ഒരു ഇതുണ്ടെന്നും ഞാൻ ടോട്ടൽ ആ ഒരു അത് ഞാൻ ഇഷ്ടമുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഉള്ളത് എൻ്റെ 12th ഞാൻ പഠിച്ചത് നിർമ്മല ഭവൻ സ്കൂളിലാണ്, ട്രിവാൻഡ്രം കവടിയാർ. +1 +2 സ്റ്റേറ്റ് സിലബസാണ് ഞാൻ പഠിച്ചത്. അവിടുന്ന് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് നല്ല മാർക്കോടെ എനിക്ക് പാസ്സായി. ഇതിൽ നമുക്ക് മാർക്ക് മാത്രമല്ലേ അറിയുള്ളൂ, എഴുതി വെച്ചിട്ടുണ്ട്, റിസൾട്ട് ഞാൻ പറയാം. പിന്നെ 10th ഞാൻ ഏഞ്ചൽസ് ICSE സ്കൂൾ, നന്തൻകോട്, ട്രിവാൻഡ്രമാണ് ഞാൻ പഠിച്ചത്. 10th എനിക്ക് അങ്ങനെ വലിയ മാർക്കില്ല, കാരണം ICSE ആയതുകൊണ്ട് എനിക്ക് നല്ല ടഫായിരുന്നു. പിന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം, എനിക്കങ്ങനെ വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയാണ് സ്കൂളിംഗ് സർട്ടിഫിക്കറ്റ്സ് വരുന്നത്. സോ ഓക്കെ, ഞാൻ +2 എനിക്ക് 74.3%, 10th 65.3%. അതായത് ICSE ആയതുകൊണ്ട് എനിക്ക് അത്രയും ഉണ്ടായിരുന്നു. ICSE എനിക്ക് അന്ന് നല്ല ടഫായിരുന്നു. പിന്നെ +1 +2 ഞാൻ കുഴപ്പമില്ലായിരുന്നു, ഇമ്പ്രൂവ് ചെയ്തിരുന്നു. എഞ്ചിനീയറിംഗ് 3.2 ഇത് പോയി. അപ്പോൾ ഇത്രയാണ് എൻ്റെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്. അല്ലെങ്കിൽ ബാക്കി സർട്ടിഫിക്കറ്റ്സ് ഇനി നോക്കാം. അപ്പോൾ അത്ര സർട്ടിഫിക്കറ്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ്. ഞാൻ ജോബിന് വേണ്ടി പോകുമ്പോൾ കൊണ്ടുപോകേണ്ട അതും ഡൗട്ട്സും കോപ്പീസൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ കുറച്ച് അല്ലാതെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എന്താണെന്ന് നോക്കാം. ഇത് ലാസ്റ്റ് എഞ്ചിനീയറിംഗ് എനിക്ക് തോന്നുന്നു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ട് തന്നു. കോഴ്സ് ആൻഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് അതൊക്കെ ഇപ്പോൾ എൻ്റെ കൊണ്ട് കിട്ടും. എൻ്റെ കൂടെ പഠിക്കുന്ന ആരെങ്കിലും എഞ്ചിനീയറിംഗ് കൂടുതലുള്ള എന്നെ അറിയുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കിലൊക്കെ സൂക്ഷിച്ച് വെച്ചോളൂ. എന്തായാലും ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്, കളഞ്ഞിട്ടില്ലായിരുന്നു. നിങ്ങൾക്കറിയാമെന്ന് അറിയില്ല, ഞാൻ ഗേറ്റ് എഴുതിയിട്ടുണ്ട് എക്സാം. ഗേറ്റ് 2011 എഴുതിയതാണ്. ഞാൻ പഠിക്കാനും പോയിരുന്നു. ഞാൻ ഗേറ്റ് എംടെക്കിന് വേണ്ടിയിട്ട് ഗേറ്റ് എംടെക്കിന് എംടെക് IT CS സംതിങ് ഉണ്ട്. അപ്പം ഞാൻ ഗേറ്റ് എഴുതാൻ പോയത് എന്നോട് പഠിച്ചിരുന്നു. അത് നല്ല പാടായിരുന്നു, ടഫായിരുന്നു എനിക്ക്. അത് ഞാൻ പഠിച്ചത് നമ്മുടെ എനിക്കിപ്പോൾ സത്യം പറഞ്ഞിട്ട് മനസ്സിലുള്ള സ്ഥലങ്ങളുടെ പേരൊക്കെ മറന്നു പോകുക. എവിടെയായിരുന്നു നമ്മുടെ വഞ്ചൂരല്ലല്ലോ, AKG സെൻറ്റർ, അവിടെ നമ്മൾ പാളയത്തിനടുത്ത് ആ ഒരു ഏരിയയിൽ ഒറ്റ പ്ലേസിൻ്റെ സ്ഥലമാണ്, അതിൻ്റെ അടുത്താണ്. ഞാൻ അത് വെച്ചിട്ട് എനിക്ക് സത്യം സങ്കടമുണ്ട് കേട്ടോ, പേര് മറന്നുപോയി. അവിടെ ഞാൻ പഠിച്ചിരുന്നു, ഒത്തിരി നാളത്തേക്ക് ഞാൻ പഠിച്ചിരുന്നു ഗേറ്റിനെ കുറിച്ച്. ടൈമിൻ്റെ ആണോ എന്താണെന്നറിയില്ല. ഞാൻ എക്സാം എഴുതാൻ പോയതൊന്നും എനിക്ക് ഒന്നും ഓർമ്മയില്ല. അപ്പോൾ 2011 അത്ര എനിക്ക് ഓർമ്മ പോലുമില്ല. CS കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT ആണ്. വളരെ പോയിൻറ്റ് മാർക്ക് സ്കോർ എല്ലാം കുറവാണ്. അതുകൊണ്ട് ഒന്നും പറയാതിരിക്കുന്ന അതിൻ്റെ മാർക്ക് അതൊരു ഓർമ്മയിൽ ഞാൻ വെച്ചാൽ ഞാൻ എന്തായാലും ഗേറ്റ് എഴുതി എന്നുള്ളൊരു ഇതുണ്ട്. ഓക്കെ, അടുത്തത് കുറേ ഞാൻ ഇൻ ബിറ്റ്വീൻ ഇതിന് മുമ്പ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സമയത്ത് ഒത്തിരി എക്സാംസ് ബാങ്കിന് പ്രിപ്പറേഷൻസ് ഞാൻ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ബാങ്ക് കോച്ചിങ്, പിന്നെ ബാങ്ക് എക്സാംസ് ഒരു സ്കൂളിൽ പോയിട്ട് എഴുതുക, അതുപോലെ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ളതിൻ്റെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് ജസ്റ്റ് ഒരു ഓർമ്മയ്ക്കാണ്. സിഡാക്കുകാർ നടത്തി, സിഡാക്കിൻ്റെ എക്സാം നടത്തിയപ്പം അത് എനിക്ക് ഓർമ്മയുണ്ട്. പാളയത്ത് പോയിട്ടാണ് എക്സാം എഴുതിയത്. അതിൻ്റെ ഒരു സിഡാക്ക് മുംബൈ നമ്മുടെ ഒരു സ്കോർ റിപ്പോർട്ടെന്ന് പറഞ്ഞിട്ട് തന്നവർക്ക് കൈവച്ചിട്ടുണ്ട്. എനിക്ക് കാര്യമൊന്നുമില്ല, അതിലും എനിക്ക് സ്കോർ ഏതിനൊക്കെ ഉണ്ട്, ഇല്ല അങ്ങനെ കിട്ടിയില്ല കേട്ടോ, 8 കിട്ടിയില്ല, കിട്ടിയില്ല. ഓക്കെ, ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ 2 സർട്ടിഫിക്കറ്റ്സ്. ഞാൻ കാറ്റഗിസം പഠിച്ച സർട്ടിഫിക്കറ്റാണ്. എൻ്റെ കൂടെ പഠിക്കുന്ന പള്ളിയിൽ കാറ്റഗിസം പഠിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയ്യോ നോക്കും.
അതായത് 10th സർട്ടിഫിക്കറ്റ് നമുക്ക് തരും, അതുപോലെ 12th സർട്ടിഫിക്കറ്റ് നമുക്ക് തരും. ഞാൻ 12th പഠിച്ചിട്ടുണ്ട്, അപ്പോൾ 12th 10th സർട്ടിഫിക്കറ്റാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു 10th ആണെന്ന് തോന്നുന്നു, അല്ല 11 ഉം 12th മാർക്ക് അതിലുള്ള നല്ല മാർക്കുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കാറ്റഗറിസത്തിന് നല്ല മാർക്കുണ്ടായിരുന്നു. +1 നല്ല മാർക്കുണ്ടായിരുന്നു, 12th എനിക്ക് നല്ല മാർക്കില്ല. ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ നോക്കുന്നത്. കാറ്റഗറിസം സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ട്. 10th എന്ന് പറയുമ്പോൾ 8, 9, 10 അത് നല്ല മാർക്കുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ഞാൻ പഠിച്ച് നല്ല മാർക്കുണ്ട്. ഓക്കെ. പിന്നെ ഉള്ളത് ഞാൻ കെൽട്രോണിൽ PHP and MySQL പഠിക്കാൻ പോയി. അത് 2009 എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സമയത്താണ്. സോ അത് ഞാനും ആരതി, പിന്നെ ശ്രീകാന്ത്, പിന്നെ ജോഷി, പിന്നെ ഒരു പെൺകുട്ടികളുണ്ട്, പിന്നെ ഒരു പെൺകുട്ടി PHP and MySQL എനിക്ക് ഓർമ്മ, അതും ഓർമ്മ. 2009 അവരുടെ ബാച്ച് അവരായിരുന്നു. ഞങ്ങൾ ഇത്രയും പേരായിരുന്നു PHP and MySQL. അപ്പോൾ സാർ അവിടെ സാറ് എൻ്റെ അഭിപ്രായത്തിൽ അത് നന്നായിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വെച്ചാൽ ഇല്ല. കാരണം സാർ എനിക്കൊന്ന് വേറെ എന്തോ ജോലിക്ക് പോയി. അപ്പോൾ അതൊരു ബ്രേക്ക് പോലെ വന്ന് എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി പഠിച്ചു, അത് കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ പ്രോജക്റ്റ് സബ്മിറ്റ്. പക്ഷേ എനിക്ക് നല്ല ഒട്ടും ആ ഒരു ടോപ്പിക് PHP and MySQL വലിയ ഇൻട്രസ്റ്റ് ഇല്ല. SQL കുഴപ്പമില്ല, PHP ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് റിലേറ്റ് ചെയ്ത ജോലി ഞാൻ കൊണ്ടുപോകത്തില്ല. എനിക്ക് ആ ഒരു ഇതിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ എന്തൊരു ലെറ്റർ ഉണ്ട്, എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. ബർത്ത് ആണെന്ന് തോന്നുന്നു വളരെ പഴയ ബർത്ത് എന്ന് പറയുമ്പോൾ 1987 ഞാൻ ജനിച്ചത്. എൻ്റെ ബർത്ത്ഡേ February 15. നമ്മൾ പോയി ഇത്ര ഏജ് ഉണ്ടോ? അത്ര ഏജ് ഉണ്ട്. ഞാൻ അറിയാം 15th February 1987 എന്നാണ് ജനിച്ചത്. സോ സർട്ടിഫിക്കറ്റ് ഓഫ് ബർത്ത് ആണ്. ഞാൻ ജനിച്ചത് മാനന്തവാടി, വയനാട്. അവിടെയാണ് ഞാൻ ജനിച്ചത്. നമ്മുടെ വീട് അവിടെയാണ്. അപ്പം വയനാട്ടിൽ മാനന്തവാടി ജനറൽ ഹോസ്പിറ്റലിലാണ് ഞാൻ ജനിച്ചത്. അവിടുത്തെ പഴയ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയും. പഴയ സർട്ടിഫിക്കറ്റ് പഴയ പൂത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഓക്കെ. ഇനി ഞാൻ സ്കൂളിൽ ഉള്ളപ്പോൾ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെയൊക്കെ കണ്ടോ, ഇതൊക്കെ പാട്ടൊക്കെ ചെയ്തതിന് തീയൊക്കെയാണ് എന്താണ് മനസ്സിലാവുന്നത്. പഴയത് ഇത് ഏതോ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെയാണ്. ക്യാമൽ കളർ കോൺടെസ്റ്റ് 2001 9th ചെറിയ ക്ലാസ്സിലാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്. പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് പെർഫോമൻസ് അക്കാഡമിക് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൊബൈൽ ഡേറ്റ സ്റ്റോറേജ് ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇടയ്ക്ക് വെച്ചൊന്ന് സ്റ്റോപ്പായി. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അക്കാഡമിക് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. അത് 10th വെച്ച് 10th തന്നെ. അത് നമുക്ക് കുറേ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഏതിനൊക്കെയോ എനിക്ക് കൂടുതലുണ്ട്. അതിൻ്റെ സർട്ടിഫിക്കറ്റാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ. ഓക്കെ. പിന്നെ ഇൻട്രാ സ്കൂൾ ബോണ്ടിറ്റർ ക്വിസ് കോൺടെസ്റ്റ് 2001 8th ചെറിയ ക്ലാസ്സിൽ. അത് ക്വിസ്സാണ് അതിൻ്റെ ഒരു ചെറിയ സർട്ടിഫിക്കറ്റ്. പിന്നെ നിങ്ങൾക്കറിയാം ഹെൽപ്പ് ഏജ് ഇന്ത്യ എന്നതിൻ്റെ പണ്ട് സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ 5th പഠിക്കുമ്പം 9th പഠിക്കുമ്പോഴൊക്കെ ഞാൻ ചെയ്തതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്. അത് നമുക്ക് ഹെൽപ്പ് ഏജ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായ സംഭവം. പിന്നെ ഗൗരീശോട്ടം, നമ്മുടെ ഗൗരീശോട്ടം താമസിച്ച സ്ഥലം ഗൗരീശോട്ടം റെസിഡൻസ് അസോസിയേഷനിൽ നടത്തിയ അതൊരു രസമായിരുന്നു. അത് പറയാൻ തന്നെ അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയത് തന്നെ ഒരു ഫുൾ ഡേ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു മെമ്മറി എനിക്കുണ്ട്. അത് ചെറിയ ക്ലാസ്സാണെന്ന് തോന്നുന്നു. എനിക്ക് 5th ഫോട്ടോ ഒക്കെ ആയിരിക്കും ഓർമ്മയില്ലാത്ത അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്ന്. അത് എനിക്ക് അതൊരു രസമായിരുന്നു. അതൊരു ശരിക്കും വേറെ വീഡിയോ ആയിട്ട് പറയേണ്ടി വരും. അത് പറഞ്ഞാൽ നമുക്ക് ടൈമില്ല. ഇതിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാം. അപ്പം ഇത് എനിക്ക് കിട്ടിയത് ഗൗരീശോട്ടം റെസിഡൻസ് അസോസിയേഷൻ 1996 ചെറിയ ക്ലാസ്സിലാണ്. എനിക്ക് നമുക്ക് 4th or 3rd എനിക്ക് കറക്റ്റായിട്ട് ആ ക്ലാസ് എനിക്ക് ഓർമ്മ. 1996 എന്ന് പറയുമ്പോൾ ഏതാ നോക്കാം. പിന്നെ ഇത് ലൈറ്റ് മ്യൂസിക്കിനാണ് എനിക്ക് കിട്ടിയത്. ആ ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. സോ പിന്നത്തെ എനിക്ക് ഡ്രോയിങ്ങിന് എനിക്ക് പക്ഷേ പ്രൈസല്ല, കോൺസലേഷൻ പ്രൈസാണ് എനിക്ക് കിട്ടിയത്. മ്യൂസിക്കിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി കേട്ടോ. പിന്നെ എനിക്ക് അതിൻ്റെ ഒരു ചെറിയ മെഡൽ പോലെ പിന്നെ അങ്ങനെ അതും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പോയി കേട്ടോ. അത് ചെറിയതല്ലേ. പിന്നെ എൻ്റെ ഇടയിൽ ഞാൻ ഇത് എനിക്ക് +1 +2 പഠിക്കുമ്പം എനിക്ക് കിട്ടിയതാണ്. അതായത് ടാറ്റ കൺസൾട്ടൻസി സർവീസ് TCS അവരുടെ കീഴിൽ നമുക്ക് കുറച്ച് പേര് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തിരുന്നു. അപ്പോൾ +1 +2 ടൈമിലായിരുന്നു. നിർമ്മല ഭവൻ സ്കൂളിൽ നിന്ന് IT ക്വിസ് ആയിരുന്നു. അപ്പോൾ അതിന് പാർട്ടിസിപ്പേഷൻ സെലക്ട് ചെയ്തു. സോ ഇത്രയാണ് എൻ്റെ ഉള്ളത്. കുറേ എനിക്ക് തോന്നുന്നു ഞാൻ ട്രിവാൻഡ്രത്തെ വീട്ടിൽ വെച്ചിട്ടുണ്ടെന്ന് ഡൗട്ടുണ്ട്. ബാക്കി ഇത്രയൊക്കെയാണ് ഞാനിപ്പം കറൻറ്റ്ലി എൻ്റെ കയ്യിൽ കോട്ടയത്തിൻ്റെ ഉള്ളത്. അപ്പം എല്ലാവർക്കും ഇത് കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് കാണുമ്പോൾ കുറേ പേർക്ക് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം, അവർക്കും കിട്ടിയിട്ടുണ്ട് ഇത് എന്നൊക്കെ ഒരു ചെറിയ ഓർമ്മ. ചിലപ്പോൾ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ അത് മിസ്സായി കാണും. അങ്ങനെ ജസ്റ്റ് ഒരു മെമ്മറീസ് പോലെ കാണാമല്ലോ. അപ്പം ബൈ.